കോലാപൂർ എന്ന പട്ടണത്തിൽ സമ്പാദ് തന്റെ ഭാര്യയോടും മക്കളോടും ജീവിച്ചു വന്നു. കോലാപൂർ വെയിലു കാരണം വരണ്ടുപോയ കാരണത്താൽ ജനങ്ങൾ ആരും അധികം പുറത്തേക്ക് വരാറില്ല. എത്ര ചൂടായ വെയിലാണ്, നരകത്തിലുള്ള പോലെ ഉണ്ട്. അല്ല, എന്താ നിങ്ങൾ എപ്പോ നോക്കിയാലും നരകം അത് ഇതെന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കുറച്ചു ദിവസത്തെ പ്രശ്നമാ, എല്ലാം ശരിയായേക്കും. നീയും ഒരു മാസമായിട്ട് ഇക്കാര്യങ്ങളാ പറയുന്നേ. ഇന്ന് നല്ലോണം കഴിച്ചോ, നാളെ തൊട്ട് നമുക്ക് ഭക്ഷണവും ഇല്ല. വേറെ നഗരത്തിലും ഗ്രാമത്തിലും ഇരിക്കുന്ന മാതിരി സന്തോഷമായിട്ട് ജീവിച്ചാൽ. മറ്റുള്ള ഗ്രാമത്തിലെ ആണുങ്ങളൊക്കെ നന്നായിട്ട് ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു. നിങ്ങളെ പോലെയൊന്നുമല്ല വെറുതെ വീട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്നെ ചീത്ത പറഞ്ഞില്ലെങ്കിൽ നിനക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ലേ? എപ്പോഴെങ്കിലും ഒന്ന് ചെറുതായിട്ട് എന്നെ പുഴുത്തിക്കൂടെ? പ്രശംസിക്കുന്നത് പോലെ എന്തെങ്കിലും ചെയ്താലല്ലേ നിങ്ങൾ. സമ്പാസ് തന്റെ ഭാര്യ ഭാഗ്യയോട് വഴക്കിട്ടുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. അല്ല സമ്പാദ് ചേട്ടാ, ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വെറുതെ അല്ല, നിങ്ങൾ വലിയ ആളാണ്. എപ്പോഴും ഈ ഗ്രാമത്തിൽ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമോ പുറത്തേക്ക് വരിക. ആഹാ, സൂപ്പർ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ജോലി നോക്കൂ. അവിടെ കണ്ടോ, ഷേരു നഗരത്തിൽ നിന്നും ഐസ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. പിന്നെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വെറുതെ കൊടുക്കുന്നു. പോകൂ പോകൂ, ചെന്ന് കുറച്ച് ഐസ് വാങ്ങിച്ചോ. അത് കൊണ്ടുപോയി നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്ക്. നിങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ഈ ഐസ് കാരണം അവൾ കുറച്ചെങ്കിലും സന്തോഷിക്കും. കാരണം നിങ്ങളെ കൊണ്ടൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. സമ്മാദ് ഇക്കാര്യം കേട്ടത് തന്നെ ഷേരുവിനെ നോക്കാനായി പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഹലോ ഷേർബേട്ടാ, നിങ്ങൾ ഇത്ര വലിയ ഐസ് കട്ടി എവിടെ നിന്നാ കൊണ്ടുവന്നേ? നിങ്ങൾ ഗ്രാമത്തിൽ ജനങ്ങളെ സഹായിക്കേണ്ടത് കാണാൻ എനിക്ക് ഒരുപാട് സന്തോഷമായിരിക്കുന്നു. ഒരുപാട് ഐസ് വെക്കണ്ട, ഐസ് മേടിച്ചോണ്ട് പോകൂ. ഞാൻ ഇതിനു വേണ്ടി കാശ് മേടിക്കില്ല. അല്ല, നിങ്ങൾ എനിക്കൊരു കാര്യം പറയൂ, നിങ്ങൾ ഈ ഐസ് എവിടെന്നാ മേടിക്കുന്നേ? ഞാൻ പിന്നെയും നിങ്ങളത്തെ ഒരു കാര്യം പറയാം, എടുത്തുകൊണ്ട് പോകൂ. ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. ആ സമയത്ത് സമ്പാദ് ഒന്നും സംസാരിക്കാതെ ഐസ് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ തന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് വളരെ സന്തോഷത്തോടെ ഐസ് വെള്ളത്തിലിട്ട് കുടിച്ചു. ഷേരു എത്ര നല്ല മനുഷ്യനാണല്ലേ. ജനങ്ങൾക്ക് ഐസ് കട്ടി നൽകി അവരുടെ ദാഹം തീർക്കുന്നു. ഇല്ലെങ്കിൽ ഈ വെയിലത്ത് നമ്മുടെ അവസ്ഥ എന്താകും എന്ന് ആർക്കറിയാം. പക്ഷെ ഇതിനു മുന്നേ നീ എന്താ പറഞ്ഞത്? കുറച്ച് ദിവസം കൊണ്ട് വെയിലുകാലം പോവും. നിന്റെ മനസ്സുണ്ടല്ലോ ഈ ഐസ് പോലെ ഇങ്ങനെ എങ്ങനെയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. അടുത്ത ദിവസം സമ്പാദ് ഷേരുവിന്റെ പുറകെ പോയി. പിന്നെ അദ്ദേഹത്തിന്റെ പുറകെ തന്നെ ആ ഐസ് കട്ടിയുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആരോ ഒരു അറിയാത്ത മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇവിടെ നോക്കൂ, എനിക്ക് കുറച്ചു ദിവസം ഐസ് തരൂ, ദയവേത് തരൂ. ഇതുകൊണ്ട് എന്റെ ഗ്രാമത്തില് ബഹുമാനം കൂടും, അങ്ങനെ എന്റെ ഗ്രാമത്തിന്റെ തലവരുമാവും. ആ ശരി ശരി, ഇവിടെ നോക്ക്, ഇത്തവണ അവസാനമായിട്ടാണ്. ഇതിനുശേഷം ഞാൻ നിനക്ക് ഒരു ഐസ് തുണ്ട് പോലും തരില്ല. എടുത്തിട്ട് മിണ്ടാതെ പോയിക്കളണം. നല്ല പോലെ ഇല്ലെങ്കിൽ ശത്രുതയാവും. ശരി ചേട്ടാ, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം. ഷേരുവും ഐസുകാരനും സംസാരിച്ചുകൊണ്ടിരുന്നത് സമ്പാദിന് വളരെ നന്നായി മനസ്സിലായി. ഇപ്പൊ ഷേരുവിന്റെ രഹസ്യം പുറത്തായി. ഷേരു അവിടെ നിന്ന് പോയതും തന്നെ സമ്പാദ് ഐസുകാരനോട് പറഞ്ഞു, ഞാൻ എന്താ പറയുന്ന വെച്ചാ, ഞാൻ പറയുന്നത് നിങ്ങൾ എന്താ കേൾക്കാത്തത്? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഞാൻ കേൾക്കാൻ പറ്റുക. നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ നേരത്തെ തന്നെ ഒരുപാട് ദേഷ്യത്തിലാണ്. ശരി, നിങ്ങൾ ഇന്ന് ഈ ഐസ് കട്ടിനെ ഫ്രീ ആയിട്ട് മേടിച്ചുകൊണ്ട് പോയില്ലേ, അത് നിങ്ങൾ കാശ് വാങ്ങിട്ട് വെക്കുവോ? നിങ്ങൾ എനിക്ക് കുറെ പൈസ തന്നാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വിൽക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ ഷെയറിനും പിന്നെ ആർക്കും ഇത് വിൽക്കാൻ പാടില്ല. അതിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, അവരൊക്കെ ഫ്രീ ആയിട്ടാണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. നിങ്ങൾ പൈസ തരുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മാത്രമേ വിൽക്കും. അടുത്ത ദിവസം മുതൽ ആ ഐസുകാരൻ ഷേരുവിന് സൗജന്യമായി ഐസ് നൽകുന്നത് നിർത്തി. പിന്നെ സമ്പാദിന് കാശ് വാങ്ങിയിട്ട് ഐസ് നൽകി. സമ്പാദ് ഐസുകാരന്റെ കയ്യിൽ നിന്നും ഐസ് വാങ്ങിയിട്ട് അതിനെ വ്യാപാരം ചെയ്യാൻ തുടങ്ങി. വരൂ വരൂ, ഐസ് മേടിച്ചിട്ട് പോകൂ. നല്ല ശുദ്ധമായ തണുപ്പുള്ള ഐസ് മേടിക്കൂ, ചൂട് തണിക്കൂ. വരൂ വരൂ. അല്ല, കൊള്ളാലോ സമ്പാദ് ചേട്ടാ, കൊള്ളാലോ. നിങ്ങള് ഗ്രാമത്തിൽ ഐസ് കെട്ടി വിൽക്കുകയാണോ? ഞങ്ങൾ സൗജന്യമായി ഷേരുവിനോട് തന്നെ വാങ്ങിച്ചോളാം. ഇനി ഷെയർ ഒന്നും വരില്ല, വേണമെങ്കിൽ മേടിച്ചാ മതി. ഇനി ഫ്രീ ഒന്നുമില്ല. 50 രൂപ തന്നാ ഒരു ഐസ് കെട്ടി തരാം. സമ്മാദ് ഇപ്പോൾ തനിക്ക് തോന്നുന്ന വില പറഞ്ഞ് ഐസ് കെട്ടി വിൽക്കാൻ തുടങ്ങി. ഷേരുവിന്റെ കൈവശം ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല. സമ്മാദ് ഐസ് കെട്ടി വിൽക്കുന്നത് കണ്ടിട്ട് ഷേരു എന്തു പറഞ്ഞെന്നാൽ, നല്ലത് കൂട്ടുകാരാ, നല്ലത്. നീ എന്റെ പുറകെ തന്നെ വന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നീ എന്നെ നന്നായിട്ട് പറ്റിച്ചു അല്ലേ? ഞാൻ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ചെയ്തത്. നീ ചെന്ന് തലവരാവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യ്. അങ്ങനെയാണോ? നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? ഷേരുവിനെ കൊണ്ടപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ സമ്പാദിന്റെ മനസ്സിൽ അത്യാഗ്രഹം വളരാൻ തുടങ്ങി. സമ്പാദ് ഗ്രാമമായി ചെന്ന് ഐസ് കെട്ടി വിൽക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങൾക്കും ആ വെയിൽ താങ്ങാനാവാത്തത് കൊണ്ട് വേറെ വഴിയില്ലാതെ ഐസ് കെട്ടി വാങ്ങിച്ചു അവർ.
ഇന്ന് തൊട്ട് എനിക്ക് കുറെ ഐസ് കട്ട വേണം. ഞാൻ നിങ്ങൾക്ക് കുറെ പൈസ തരാനും തയ്യാറാണ്. ഞാൻ എന്താ ഇവിടെ വലിയ ഐസ് മലയാണോ വെച്ചിരിക്കുന്നത്? എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഐസ് തരാൻ പറ്റും. പക്ഷെ ഇവിടെ ഇതാണ് ഉള്ളത്. വേണമെങ്കിൽ മേടിച്ചാ മതി, അല്ലെങ്കിൽ പോകൂ. ഷേരു നിങ്ങളെ കണ്ട എത്രയോ നല്ലവനാണ്. അവൻ തലവരാവാൻ വേണ്ടിട്ട് ആശപ്പെട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ മനസ്സുകൊണ്ട് നല്ലവനാണ്. സമ്പാദ് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഐസ് കട്ടിയിൽ വൃത്തിയില്ലാത്ത വെള്ളം മിക്സ് ചെയ്തു. എന്നാലല്ലേ ഐസ് അധികമാകൂ. കുളത്തിൽ നിന്നും വെള്ളം എടുത്തു കൊണ്ടുവന്ന് ആ ഐസ്കാരന്റെ കയ്യിൽ നൽകി. ഇത് കാരണം ഐസ് അധികമാകും, അതുകൊണ്ട് ലാഭം അധികം ഉണ്ടാക്കാമെന്ന് കരുതി. അത് ശരി, ഇത്രയും ഐസ് കട്ടി നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടുന്നേ? ഗ്രാമത്തിൽ ചില ആളുകൾ ആ ഐസ് വെള്ളം കുടിച്ചിട്ട് അസുഖത്തിലായി. എനിക്കെന്തോ വലുതായിട്ട് പേടി തോന്നുന്നു. കാശുണ്ടാക്കാൻ ആഗ്രഹിച്ച് നിങ്ങൾ എന്തെങ്കിലും തെറ്റായ ജോലി ചെയ്യുന്നുണ്ടോ? പറയൂ ചേട്ടാ. ഗ്രാമത്തിൽ ജനങ്ങൾക്ക് സുഖമില്ലെങ്കിൽ അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ഐസ് കട്ട വ്യാപാരി മാത്രമല്ലേ? എന്തായാലും ശരി, പക്ഷെ തെറ്റായ ജോലിയൊന്നും ചെയ്യല്ലേ. പക്ഷെ സമ്പാദ് ആര് പറഞ്ഞതും കേട്ടില്ല. കുളത്തിലെ വെള്ളം കൊണ്ട് ഐസ് കട്ടി ഉണ്ടാക്കി അത് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വിറ്റു. ഇത് കാരണം ഗ്രാമത്തിലുള്ള പാതിയിലധികം ജനങ്ങൾ അസുഖം പിടിച്ച് കിടപ്പിലായി. ജനങ്ങൾക്ക് പനി മുതലായ ഒരുപാട് രോഗങ്ങൾ വരാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ യമധർമ്മനും ചിത്രഗുപ്തനും കാണുന്നുണ്ടായിരുന്നു. ഇപ്പെല്ലാം കോലാപൂരില് ഐസ് മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് രാജാവേ. ഇനിയും ആ സമ്പത്തിന് എത്ര ദിവസമാണോ ഉള്ളത്? ഇനിയും അവന്റെ ദിവസത്തിൽ 40 വർഷമാണ് ഉള്ളത് രാജാവേ. നമ്മൾ വിചാരിച്ച ഈ വർഷങ്ങളൊന്നും കുറയില്ല. നമ്മൾ പോയ പ്രാവശ്യം പോയതുപോലെ പിന്നെ ഇത്തവണ നമ്മൾ പോണം. അവന് നല്ല പാഠം കൽപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തവണ ഐസ് വ്യാപാരം ചെയ്താലോ? നിങ്ങൾ എന്താ പറയുന്നേ? എങ്ങനെ മുള്ളു കൊണ്ടെടുക്കുന്നു അതുപോലെ തന്നെ ഐസിനെ ഐസ് കൊണ്ട് തന്നെ എടുക്കണം. നീ എന്റെ കളി കാണാനല്ലേ പോകുന്നേ? ഒരു വ്യാപാരി പോലെ വേഷം ഇടാം. യമധർമ്മനും ചിത്രഗുപ്തനും കോലാപൂർ ഗ്രാമത്തിലേക്ക് മാറുവേഷത്തിൽ പോയി. അവർ വ്യാപാരികളെ പോലെ അവിടേക്ക് ചെന്നു. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട മഹാരാജാവേ? ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഐസ് മലയൊന്നും ഉണ്ടാക്കാം. അത്യാഗ്രഹമുള്ളത് കൊണ്ട് അവൻ തീർച്ചയായിട്ടും ഇവിടെ വരും. യമധർമ്മൻ തന്റെ ദിവ്യശക്തി കൊണ്ട് ഒരു വലിയ ഐസ് മല ഉണ്ടാക്കി. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഐസ് മല കണ്ടിട്ട് അതിശയിച്ചു പോയി. അവസരം കിട്ടിയതും തന്നെ സമ്പാദ് അവിടേക്കും ചെന്നു. ഈ ഐസുകാരൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ മല ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. ഇവനും എന്റെ അടുത്ത് കുടുങ്ങിപ്പോയി. പക്ഷെ എനിക്കെന്താ, ഞാൻ ഐസ് മാത്രം വെക്കുന്നേ. സമ്പാദ ഐസ് മല കണ്ടിട്ട് ആ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഈ ഐസ് മല എവിടെന്നാ വന്നത്? അപ്പോൾ യമധർമ്മനും ചിത്രഗുപ്തനും അവിടേക്ക് വന്നു. അപ്പോഴാണ് ചിത്രഗുപ്തൻ പറഞ്ഞത്, അതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഈ ഐസ് നിങ്ങൾക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചെന്ന് എടുത്തോളൂ. ഞങ്ങള് ആ ഐസ്കാരനാണ് നിങ്ങളെ കാണാൻ പറഞ്ഞയച്ചത്. ഈ ഐസ് നിങ്ങൾക്ക് നല്ല സഹായമായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര വലിയ കാര്യമാ ചെയ്യുന്നേ? അതും ഈ വെയിലത്ത് ജനങ്ങൾക്ക് ഐസ് കൊണ്ടുപോയി ചേർക്കുന്നു. ഇതൊരു വലിയ കാര്യമാണ്. അടാ, എനിക്ക് ഈ കാര്യങ്ങളെ നേരത്തെ അറിയാലോ. ആരെങ്കിലും എന്റെ മുഖത്ത് നേർക്ക് എന്നെ പുഴുത്തി കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോ എനിക്ക് ഒരുപാട് നാണം വരും. സമ്പാദ് ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ ആ ഐസ് മലയ്ക്കകത്ത് ഐസ് കട്ടി എടുക്കുന്ന ആഗ്രഹത്തിൽ പോയി. അദ്ദേഹം ആ ഐസ് മലയുടെ അടുത്തേക്ക് ചെന്നതും തന്നെ യമധർമ്മൻ തന്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തെ ഒരു വലിയ ഐസ് അറയിൽ, അതായത് അദ്ദേഹത്തെ ഐസ് അറയിൽ തടവിലാക്കി. ഇവിടെ എന്താ നടക്കുന്നത്? നീ ഐസിന്റെ അകത്ത് എങ്ങനെയാ വന്നത്? എനിക്ക് ഒരുപാട് തണുപ്പായിരിക്കുന്നു. എന്നെ ഇവിടുന്ന് പുറത്തു വിടൂ. സമ്പാദിനെ ഐസറയിൽ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഭാഗ്യയും ഷേരുവും സ്തംഭിച്ചു പോയി. അപ്പോൾ ഷേരു പറഞ്ഞു, ആരാണ് നിങ്ങളൊക്കെ? എന്തിനാ ഞങ്ങൾ ഗ്രാമത്താളിനെ പിടിച്ച് തറവ് ചെയ്തിരിക്കുന്നേ? ദയവായി എന്റെ ഭർത്താവിനെ വിട്ടേക്കൂ. കണ്ടോ, അദ്ദേഹത്തിന് കുളിര് താങ്ങാനാവുന്നില്ല. ഒരുപാട് കുളിരേറ്റ് അദ്ദേഹത്തിന് അസുഖം പിടിക്കാൻ പോകുന്നു. അപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളോട് അവരാരാണെന്ന് കാണിക്കാൻ യമധർമ്മനും ചിത്രഗുപ്തനും അവരുടെ സ്വയം രൂപം പ്രാപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ യമനാണ്, യമലോകത്തിന്റെ രാജാവ്. പിന്നെ ഞാനാണ് ചിത്രഗുപ്തൻ. യമധർമ്മനെയും ചിത്രഗുപ്തനെയും അവരുടെ ഒറിജിനൽ രൂപത്തിൽ കണ്ടതും ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ചുപോയി. എല്ലാരും വിഷമത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്റെ ഗ്രാമത്തിലേക്ക് വന്നത്? പിന്നെ എന്റെ ഭർത്താവിനെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? പറയൂ. ഇത് അവൻ സ്വന്തമായിട്ട് എടുത്ത ശിക്ഷയാണ്. അപ്പോഴാണ് യമധർമ്മനും ചിത്രഗുപ്തനും സത്യമെല്ലാം ഗ്രാമത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. എന്നെ വിടൂ, ഇവിടെ തണുപ്പായിരിക്കുന്നു. എന്റെ ജീവൻ തന്നെ പോകുന്നു. ഞാൻ ചെയ്ത തെറ്റെല്ലാം സമ്മതിച്ചു. നീ അങ്ങനെ ചെയ്യേയില്ല. ക്ഷമ നൽകിയാലും സ്വാമി, നിങ്ങളൊരു ദൈവമല്ലേ? നിങ്ങളാണ് എല്ലാം. എന്റെ ഭർത്താവിന്റെ ജീവൻ തിരിച്ചു നൽകൂ യമധർമ്മ മഹാരാജാവേ. ഞാനൊരു വിധവയാകാൻ ആഗ്രഹിക്കുന്നില്ല. യമധർമ്മൻ, ഭാഗ്യ, പിന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഐസ്മല ജയിലെ മായിച്ചു കളഞ്ഞിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഞാൻ നിന്റെ ജീവൻ എടുക്കാനല്ല ഇങ്ങോട്ട് വന്നത്. ഞാൻ നിനക്കൊരു പാഠം കൽപ്പിക്കാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ നിനക്ക് ശിക്ഷ കൊടുക്കാതെ ഞാൻ ഇവിടെ വിട്ടു പോകില്ല. പക്ഷെ നിങ്ങൾ തന്നെ ശിക്ഷ തന്നല്ലോ. ഞാൻ എല്ലാത്തിനും മനസ്സിലാക്കി. നിനക്ക് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും. നീ ഇന്ന് തൊട്ട് എപ്പോ വരെ ഐസൊക്കെ തൊടുന്നു, തൊട്ട ഉടൻ തന്നെ നിനക്ക് അപ്പൊ തന്നെ കറണ്ട് പാസ് ചെയ്യും.
ഇത് പറഞ്ഞിട്ട് യമധർമ്മനും ചിത്രഗുപ്തനും അവിടെ നിന്നും മറഞ്ഞുപോയി. സമ്പാദിന് അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലായി. പിന്നെ അദ്ദേഹം തന്റെ ഭാര്യയോടൊപ്പം സമാധാനമായി ജീവിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങൾ ഷേരുവിനെ ഗ്രാമത്തലവനായി നിയമിച്ചു. പിന്നെ സന്തോഷത്തോടെ ജീവിച്ചു. ദിവാകർ ഒരു ദരിദ്ര കർഷകനാണ്. പഴങ്ങളും കായ്കളും വിളയിച്ച് തന്റെ കുടുംബത്തെ നോക്കിയിരുന്നു. അദ്ദേഹം തന്റെ തോട്ടത്തിൽ ചാണകവും പിന്നെ പ്രകൃതിദത്തമായ വളമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത് കാരണം അദ്ദേഹത്തിന്റെ വിളവ് എപ്പോഴും നന്നായി കിട്ടിയിരുന്നു. കസ്റ്റമേഴ്സ് എപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് പച്ചക്കറികൾ വാങ്ങിയിരുന്നത്. ആ ദിവാകർ ചേട്ടാ, പപ്പായക്ക് എത്രയാ വില? കിലോ 50 രൂപ. എന്നാൽ 2 കിലോ എടുക്കൂ. ഇതാ 100 രൂപ തരൂ. ദിവാകറിന്റെ അടുത്ത് എപ്പോഴും കസ്റ്റമേഴ്സിന്റെ കൂട്ടമുണ്ടാകും. എന്നാൽ ദിവാകറിന്റെ തൊട്ടടുത്ത് തന്നെ കട വച്ചിരിക്കുന്ന ഭൈരവിന് മാത്രം ഒരു ദിവസത്തിൽ 1-2 കസ്റ്റമേഴ്സ് മാത്രമേ വന്നിരുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഭൈരവ് പഴങ്ങളും പച്ചക്കറികളും വിളവെടുക്കാൻ വേണ്ടി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇത് കാരണം അയാൾക്ക് വിളവ് നന്നായി കിട്ടിയിരുന്നതേയില്ല. പിന്നെ അയാളുടെ വരുമാനവും വല്ലാതെ കുറഞ്ഞു. ഇത് കാരണം കൊണ്ട് തന്നെ അവൻ എപ്പോഴും ദിവാകറിനെ കണ്ട് അസൂയപ്പെട്ടിരുന്നു. ഇവനെ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ കച്ചവടം മുഴുവനും നശിപ്പിക്കുമവൻ. ഭൈരവ് ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് നേരം ചിന്തിച്ച ശേഷം ഭൈരവിന്റെ തലച്ചോറിൽ പെട്ടെന്നൊരു ഐഡിയ തോന്നി. അയാൾ ദിവാകറിനെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്കി. ദിവാകർ ചേട്ടാ, ഇത് കേട്ടോളൂ. നിങ്ങൾക്ക് അറിയാമോ, സർക്കാർ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി സൗജന്യമായി വിത്ത് തരുന്നെന്ന്. ആഹാ, ഇത് വളരെ നല്ല വാർത്തയാണല്ലോ. നല്ല വിത്തുകൾ കിട്ടിയാൽ നമുക്കും നല്ല രീതിയിൽ പച്ചക്കറിയും പഴങ്ങളും വിളവെടുക്കാം. എന്നാൽ പിന്നെ എന്തിനു താമസിക്കണം? വരൂ, നമുക്ക് വിത്തുകൾ വാങ്ങി വരാം. വേഗം വരൂ, പോകാം. ഭൈരവ് തന്നോടൊപ്പം ദിവാകരനെയും കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അവർ പോയി കൃഷിഭവനിൽ നിന്ന് വിത്തുകളുടെ ചില പാക്കറ്റ് കൊടുത്തു. ആ വിത്തുകളെല്ലാം വാങ്ങിക്കൊണ്ട് ദിവാകറും അവിടെ നിന്നും പുറപ്പെട്ടു പോയി. ഭൈരവ് അപ്പോൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. ആരോ കൃഷിഭവനിൽ നിന്ന് വിത്തുകളെല്ലാം മോഷ്ടിച്ചുവെന്ന വാർത്ത ന്യൂസ് പേപ്പറിൽ ഭൈരവ് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഭൈരവ് ആ ന്യൂസ് പേപ്പറും എടുത്ത് ദിവാകറിന്റെ അടുത്തേക്ക് വന്നു. നോക്കൂ ദിവാകർ ചേട്ടാ, ഗവൺമെന്റ് ഓഫീസിൽ നിന്നും ആരോ വിത്തുകൾ മോഷ്ടിച്ചെന്ന്. നിങ്ങളുടെ അടുത്തും ഒരു പാക്കറ്റിൽ കുറച്ച് വിത്തുകൾ ഇരിപ്പില്ലേ? നിങ്ങളെയും പോലീസ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്റെ അടുത്തുള്ള വിത്ത് പാക്കറ്റ് അത് നിങ്ങൾ തന്നതല്ലേ? അത് ഞാൻ തന്നത് തന്നെയാ. എന്നാൽ ഈ വിഷയം പോലീസുകാരെങ്ങനെ അറിഞ്ഞു? ആരുടെ കയ്യിലാണ് വിത്തുള്ളത്? ആരാണത് മോഷ്ടിച്ചു തന്നു? ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീരുന്നത് വരെ നിങ്ങൾ ദൂരെ എവിടെങ്കിലും പോയി താമസിക്കേ. എന്നാൽ ഞാൻ എവിടെ പോകും? ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം. ഭൈരവ് ദിവാകരനെയും കൂട്ടി ദൂരെയുള്ള ഒരു തിങ്ങി നിറഞ്ഞ കാട്ടിലേക്ക് പോയി. ആ തിങ്ങി നിറഞ്ഞ കാട്ടിൽ വെള്ളക്കാരുടെ ഒരു ജയിലുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ചു ദിവസം ജയിലിൽ കാലം കഴിക്കേ. അതിനുശേഷം ഞാൻ നിങ്ങളെ വെളിയിൽ കൊണ്ടുവരാം. ഒരുപാട് നന്ദി ചേട്ടാ. ഇങ്ങനൊരു ആപത്ത് ഘട്ടത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കുന്നു. ഭൈരവ് അവിടെ നിന്നും തിരികെ വന്നു. എന്നാൽ ദിവാകർ ആ ജയിലിലുണ്ടായിരുന്ന ഒരു പാതാള അറയിൽ ഒളിച്ചിരുന്നു. നന്നായി ആ ദിവാകർ ഇവിടെ നിന്നും പോയത്. അയാൾ പോയതിനു ശേഷം എല്ലാവരും എന്റെ അടുത്ത് വന്ന് വേണം പച്ചക്കറി വാങ്ങാൻ. ഗ്രാമജനങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഭൈരവ് വളരെ കൂടിയ വിലയ്ക്ക് പഴങ്ങളും കായ്കളും വിൽക്കാൻ തുടങ്ങി. ചേട്ടാ, ഉരുളക്കിഴങ്ങിന് എത്രയാ വില? കിലോയ്ക്ക് 100 രൂപ. നിങ്ങളെന്തിനാ ഇത്രയും വിലയൊക്കെ പറയുന്നത്? ഞാൻ ഇങ്ങനെയാണ് വിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ പോയി സിറ്റിയിൽ നിന്നും വാങ്ങിക്കോളൂ. കസ്റ്റമേഴ്സിനൊന്നും വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഭൈരവിന്റെ കയ്യിൽ നിന്നും പച്ചക്കറികൾ വാങ്ങി. ദിവാകർ അവിടെ ഇല്ല എന്നുള്ള കാര്യം ഭൈരവ് തനിക്ക് അനുകൂലമായി മുഴുവനായി ഉപയോഗിച്ചു. അതേസമയം തന്നെ സിറ്റിയിലുള്ള ഒരു സ്വർണ്ണക്കടയിൽ നിന്നും ചില മോഷ്ടാക്കൾ സ്വർണം മോഷ്ടിച്ച് സിറ്റിയിൽ നിന്നും ദൂരെയുള്ള കാട്ടിലേക്ക് അവർ വന്നു. അങ്ങനെ കാട്ടിലൂടെ പോകുമ്പോൾ അവർക്ക് ആ പഴയ ജയിൽ കാണാൻ പറ്റി. എല്ലാ മോഷ്ടാക്കളും ആ ജയിലിന്റെ അടുത്തേക്ക് പോയി. ഈ സ്വർണം എങ്ങനെ മറച്ചു വെക്കും? എന്തെങ്കിലും ഒരു നല്ല പ്ലാൻ ഉണ്ടാക്കണം. വല്ല പോലീസുകാരും വന്നാൽ ജയിലിനകത്ത് പോയി ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. ഈ സ്വർണമെല്ലാം ഒരുക്കി അത് കട്ടയാക്കി ജയിലിന്റെ വെളിയിൽ വെച്ചേക്കാം. ഇങ്ങനെ ചെയ്താൽ പോലീസിന് ഒരു സംശയവും വരില്ല. ഇത് നല്ല ഒരു ഐഡിയ ആണല്ലോ. നീയൊരു കള്ളനാണെങ്കിലും നിന്റെ തലച്ചോറ് പോലീസിനേക്കാൾ ഷാർപ്പാണ്. സിറ്റിയിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന സ്വർണം ആ കള്ളന്മാർ ഉരുക്കിയെടുത്തു. പിന്നെ അത് സ്വർണ്ണക്കട്ടകളാക്കിയും മാറ്റി. അവർ അപ്പോൾ ഉണ്ടാക്കിയെടുത്ത സ്വർണ്ണക്കട്ടകൾ അവർ ജയിലിന്റെ ഭിത്തിയിലും ഒട്ടിച്ചു വെച്ചു. ഇത് കാരണം ആ ജയിൽ സ്വർണ്ണ ജയിലായും മാറി. അങ്ങനെ അത് ജ്വലിക്കാൻ തുടങ്ങി. നിങ്ങൾ കണ്ടില്ലേ? നോക്ക്,
ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ജയില് നമ്മൾ സ്വർണ്ണ ജയിലാക്കി മാറ്റി. ഇനി പോലീസല്ല, ഇനി ആ CBIക്ക് പോലും നമ്മളെ പിടിക്കാൻ പറ്റില്ല. വരൂ, ഇവിടെ നിന്നും പോകാം. സിറ്റിയിൽ പോയി ആഘോഷിച്ചിട്ട് വരാം. ആ കള്ളന്മാർ സന്തോഷത്തോടെ സിറ്റിയിലേക്ക് പുറപ്പെട്ടു പോയി. മറ്റൊരു വശത്ത് കുറച്ച് നാളുകൾ അങ്ങനെ കടന്നുപോയ ശേഷം ഭൈരവ് ദിവാകരനെ കാണാൻ വേണ്ടി ആ കാട്ടിലേക്ക് വന്നു. അയാൾ ആ ജയിലിനകത്തേക്കും പോയി. പിന്നെ ഒച്ചയിൽ അലറി ദിവാകരനെ വിളിച്ചു. വെളിയിൽ വരൂ ദിവാകർ ചേട്ടാ, ഞാൻ ഭൈരവ വന്നിരിക്കുന്നു. അപ്പോൾ ഭൈരവിന്റെ ശബ്ദം കേട്ട് ദിവാകർ ആ പാതാള അറയ്ക്കുള്ളിൽ നിന്നും വെളിയിലേക്ക് വന്നു. നന്നായി ചേട്ടാ, നിങ്ങൾ എന്നെ വന്ന് കണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ശ്വാസം വിടാതെ മരിച്ചു പോയേനെ. ഭൈരവ് അപ്പോൾ ദിവാകരനെ കണ്ട് തന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചു. താൻ ചത്തു കഴിഞ്ഞാൽ അത് എനിക്കല്ലേ വളരെ നല്ലത്. ഭൈരവ് അപ്പോൾ തന്റെ മനസ്സിനുള്ളിൽ ദിവാകരനെ കബളിപ്പിക്കണമെന്ന് കരുതി. അയാൾ ദിവാകരനോട് ഇങ്ങനെ പറഞ്ഞു. അയ്യോ ചേട്ടാ, നിങ്ങൾ എന്തിനാ മരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്? നിങ്ങൾക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ലെങ്കിൽ വരൂ, ഞാൻ നിങ്ങളെ നദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. അവിടേക്ക് പോയി നന്നായി കാറ്റുകൊള്ളാം. എന്തായാലും നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ദിവാകറും ഭൈരവും അവിടെ നിന്നും പുറപ്പെട്ടു പോകുന്ന സമയത്ത് ആ ജയിലിന്റെ ഭിത്തിയിൽ നിന്നും ഒരു സ്വർണ്ണക്കട്ട വീണു. ആ ശബ്ദം കേട്ട് അവർ രണ്ടുപേരും അവിടെ തന്നെ നിന്നു. ആ കട്ടയപ്പോൾ തിളങ്ങുന്നത് ഭൈരവ് കണ്ടു. അയാൾ ഉടനെ ആ കട്ടയുടെ അടുത്തേക്ക് പോയി അത് കൈകൊണ്ട് പൊക്കിയെടുത്തു. ഇത് സ്വർണ്ണക്കട്ട പോലെയുണ്ടല്ലോ. ഭൈരവ് ഉടനെ ആ ജയിലിലേക്ക് നോക്കി. അതിന്റെ ഭിത്തികളെല്ലാം സ്വർണം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടത് അയാൾ കണ്ടു. ഇത് കണ്ട് അപ്പോൾ ഭൈരവിന് ഒരുപാട് സന്തോഷമായി. അയാൾ ഒരുപാട് സന്തോഷിക്കുന്നത് കണ്ട് ദിവാകർ ഭൈരവിനോട് ഇങ്ങനെ ചോദിച്ചു. എന്താ ചേട്ടാ, നിങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണല്ലോ. ഭൈരവ് ഉടനെ ആ കട്ട പിന്നിലേക്ക് ഒളിച്ചു വെച്ച് ഇങ്ങനെ പറഞ്ഞു. ഒന്നുമില്ല, നിങ്ങൾ പോകൂ. നിങ്ങളാണ് പറഞ്ഞത് കാറ്റുകൊള്ളാൻ നദിയുടെ അടുത്തേക്ക് പോകാമെന്ന്. എന്നോട് എന്തോ സംസാരിക്കണമെന്നും പറഞ്ഞില്ലേ? ഞാൻ പറയാൻ വന്നത് എന്തെന്നാൽ പോലീസുകാർ കുറച്ച് കള്ളന്മാരെ പിടികൂടി. ആ വിത്ത് മോഷ്ടാക്കളെ പോലീസുകാർ പിടികൂടിയിട്ടുണ്ട്. നിങ്ങൾക്കിനി ഒരു പ്രശ്നവും വരില്ല. പോയിക്കോ, നിങ്ങൾ ആദ്യം വീട്ടിലേക്ക് പോയിക്കോളൂ. നിങ്ങൾ ഒരുപാട് സന്തോഷം തരുന്ന വാർത്തയാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, വീട്ടിലേക്ക് പോകാം. അല്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നിങ്ങൾ പൊക്കോ, ഞാൻ പിന്നെ വന്നോളാം. ശരി, നിങ്ങൾ നിങ്ങളുടെ ജോലി തീർത്തിട്ട് വരൂ, ഞാൻ പോകുക. ദിവാകർ ഒരുപാട് സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് പോയി. മറ്റൊരു വശത്ത് സ്വർണ്ണക്കട്ടകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ജയിൽ കണ്ട് ഭൈരവിന് സന്തോഷത്തിൽ ഭ്രാന്തി പിടിച്ചതുപോലെയായി. എനിക്ക് ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. ഞാൻ 50 രൂപയ്ക്കാണ് പച്ചക്കറികൾ വിറ്റിരുന്നത്. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ കോടീശ്വരനാകുമെന്ന് തോന്നുന്നു. ഭൈരവ് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണക്കട്ടകളെല്ലാം അവിടെ നിന്നും എടുക്കാൻ തുടങ്ങി. പിന്നെ അവിടെ തന്നെ അടുത്തുണ്ടായിരുന്നൊരു സഞ്ചിയിൽ അയാൾ ആ സ്വർണം നിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് സിറ്റിയിൽ നിന്നും എല്ലാ മോഷ്ടാക്കളും വന്നത്. ആ മോനെ, ഞങ്ങൾ ഈ സ്വർണമെല്ലാം മോഷ്ടിച്ചത് നിനക്കെടുത്തുകൊണ്ട് പോകാനാണോ? നിങ്ങൾ ആരാണ്? ഞങ്ങളുടേത് മോഷ്ടിച്ചിട്ട് ഞങ്ങൾ ആരാണെന്ന് ഞങ്ങളോട് ചോദിക്കുന്നോ? ഈ സ്വർണം എന്റേതാണ്. ഇതെല്ലാം ആദ്യം കണ്ടത് ഞാനാണ്. എന്നാൽ ഇത് ഞങ്ങളല്ലേ ഇവിടെ കൊണ്ടുവച്ചത്? ഭൈരവ് മോഷ്ടാക്കൾ പറയുന്ന ഒന്നും കേൾക്കാതെ ആ സഞ്ചിക്കുള്ളിൽ സ്വർണം നിറച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ പറയുന്നത് ഇയാൾ കേൾക്കില്ലെന്ന് തോന്നുന്നു. വാ, ഇവന്റെ കൈയും കാലും ഓടിക്കാം. എല്ലാ മോഷ്ടാക്കളും ചേർന്ന് അപ്പോൾ ഭൈരവിനെ അടിക്കാൻ തുടങ്ങി. അവർ ഭൈരവിനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാട്ടുവഴിയിലൂടെ ചില പോലീസുകാർ പോകുന്നുണ്ടായിരുന്നു. ആ പോലീസുകാർ അപ്പോൾ ഇവരെ കണ്ടു. അവിടെ നോക്കൂ, 3-4 പേര് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പോകൂ, വേഗം പോകൂ. പോലീസുകാർ ആ സ്വർണ്ണ ജയിലിന്റെ അടുത്തേക്കും വന്നു. ഹാവു, ഇത്രയും സ്വർണമുണ്ടല്ലോ. ഈ സ്വർണം ഞങ്ങളുടേതാണ്. സിറ്റിയിൽ നിന്നും ഞങ്ങൾ കൊണ്ടുവന്നതാ. ഓ, സിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഒരു മോഷണം നടന്നില്ലേ? അത് നിങ്ങൾ ചെയ്തതാണോ? കോൺസ്റ്റബിൾ, ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യൂ. ഇൻസ്പെക്ടർ സാർ, ഞാൻ മോഷ്ടാവല്ല. നീ മോഷ്ടാവല്ലെങ്കിൽ ഈ സ്വർണമൊക്കെ ബാഗിലാക്കി താൻ എവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നു? ഇൻസ്പെക്ടർ അങ്ങനെ എല്ലാ മോഷ്ടാക്കളെയും പിന്നെ ഭൈരവിനെയും ജയിലിൽ അടച്ചു. അദ്ദേഹം ആ സ്വർണം എല്ലാം സിറ്റിയിലെ ഏത് സ്വർണ്ണക്കടയിലാണോ മോഷണം പോയിരുന്നത് അതേ കടയിലേക്ക് തന്നെ കൊണ്ടുപോയി അത് തിരികെ നൽകി. മറ്റൊരു വശത്ത് ദിവാകർ തന്റെ തോട്ടത്തിൽ നന്നായി അധ്വാനിച്ച് പഴങ്ങളും പച്ചക്കറികളും വിളവെടുത്തു. പിന്നെ തന്റെ ജീവിതം അദ്ദേഹം സന്തോഷത്തോടെ ജീവിച്ചു.